അപ്പോൾ ഓണാണ് വരാൻ പോകുന്നത്. നമുക്കറിയാം കുമ്മാട്ടി, തൃശ്ശൂരിൻ്റെ സ്പെഷ്യലാണ് കുമ്മാട്ടി എന്ന് പറയുന്ന ഓണത്തിന്. അപ്പോൾ ഈ കുമ്മാട്ടിയുടെ പലതരത്തിലുള്ള മുഖങ്ങൾ, നമ്മൾ തന്നെ അത്ഭുതം തോന്നുന്ന മുഖങ്ങൾ മരത്തിൽ കൊത്തുന്നത് ഇവരാണ്, ഈ ചേർപ്പിലുള്ള ഈ കലാകാരന്മാരാണ്. അപ്പോൾ അങ്ങനെയുള്ള ഒരു കലാകാരൻ്റെ വീട്ടിലാണ് ഞാനുള്ളത്, രാമേന്ദ്രേട്ടൻ. രാമേന്ദ്രേട്ടാ, എന്താണ് ഇത്? ഗണപതിയാണല്ലോ അല്ലേ? അതെ, ഗണപതിയുടെ ഒരു വിഗ്രഹം. രക്ഷയില്ല കാണുമ്പോഴേ. ഗണപതി ഇപ്പോൾ നമ്മളെ അടുത്തേക്ക് ഇങ്ങോട്ട് വരുമെന്നാണ് തോന്നുന്നത്. നമ്മളെ ഇനിയും ഒരുപാട് പ്രകടമാക്കാൻ പറ്റുന്ന ഒരുപാട് വർക്കുകൾ ഇനിയും കഴിയാനുണ്ട് ഇതില്. ഇപ്പൊ നമ്മള് അത്യാവശ്യം മാലകളൊക്കെ എടുത്തു വന്നിട്ടേ ഉള്ളൂ, ആഭരണങ്ങളൊക്കെ ആയിട്ട് വരുന്നേ ഉള്ളൂ. ഇനി കിരീടത്തിന്റെ വർക്കുകളുണ്ട്, ഇവരെ കയ്യിൽ പിടിച്ചിട്ടുള്ള ശംഖ്, അതുപോലെ മഴു, ഒടിഞ്ഞ മുറിക്കൊമ്പ് അങ്ങനെയുള്ള വർക്കുകളൊക്കെ ഇതിൽ. അതെ, സർപ്പക്കെട്ടുണ്ട്. ഇത് ഏകദേശം ഒരു 2 അടി അല്ലേ, 2-2.25 അടി വലിപ്പമുള്ള ഒരു 2 അടി വലിപ്പമുള്ള ഒരു ഗണപതി വിഗ്രഹമാണ്. ഇതിൽ വലിയൊരു പ്രഭാമണ്ഡലം ഇനി വരാണ്ട്. അതൊക്കെ കൂടി മരം ഏതാ? കുമിഴാണ്. ഈ കുമിഴ് ഉപയോഗിക്കാനുള്ള കാരണം എന്തായിരിക്കും? കുമിഴ് വർക്ക് ചെയ്യാനുള്ള ആ ഒരു പ്രത്യേകത വേറെ. അത്രയും സ്മൂത്ത് ആയിട്ടുള്ള ഒരു മരമാണ്. മരം. പിന്നെ നമുക്ക് എന്ത് ഡീറ്റെയിലും നമുക്ക് കൊത്തിയെടുക്കാൻ പറ്റുന്നൊരു മരം. ലാസ്റ്റ് ചെയ്യോ? എത്ര ഉണ്ട്. ഇത് ഔഷധ ഗുണമുള്ള മരമാണ്. ദശമൂലം എന്ന് പറയുന്ന 10 ഔഷധ ഗുണമുള്ള മരത്തിലെ ഒരു മരം. അല്ല, ഇത് എത്ര നിലനിൽപ്പ്? ഇപ്പൊ നമ്മൾ പ്ലാവിലും തേക്കിലൊക്കെ പലതും കണ്ടിട്ടുണ്ട്, അത് നൂറ്റാണ്ടുകൾ നിൽക്കുന്നു. അപ്പൊ കുമിഴ് അതുപോലെ നമുക്ക് ഉണ്ട്. അതിനങ്ങനെ ദ്രവിച്ചു പോകുന്ന ഒരു മരമല്ല. അതുപോലെ മരന്നമരൊക്കെ പറയുന്ന പോലെ ഉച്ചുത്തി പോകുന്ന അങ്ങനത്തെ മരമല്ല. നല്ല കാതലുള്ള നല്ല മരമാണ്. ഇപ്പൊ നമ്മുടെ പുറകിലിരിക്കുന്നത് കൊമ്പന്മാരാ. ഇപ്പൊ കാണാം, കരിവീരന്മാരാണ് ഇരിക്കുന്നത്. തൊട്ടടുത്തൊരു ഗുരുവായൂരപ്പൻ ഇരിക്കുന്നുണ്ട്. ഈ ഗുരുവായൂരപ്പൻ പ്ലാവിലാണ്. അതിന്റെ പ്രഭാമണ്ഡലം ആ നിൽക്കുന്ന ഒരു മാല, അത് പുറകിൽ നിൽക്കുന്ന അത് കുമിഴാണ്. ഈ പെരുവനം ഗ്രാമം എന്ന് പറയുന്നത്, ഇവിടെ ഈ കിഴക്കൂട്ടും ഇവിടെയുള്ള ഈ വീടുകളൊക്കെ ആനകളുടെ വിഗ്രഹത്തില് അല്ലേ, അതിലാണ് പേര് ശരിക്കും. ആന വിഗ്രഹങ്ങൾ പണിയുന്ന ആളുകൾ. ഈ ആനയിൽ നിന്ന് ഇപ്പോ ഇത്ര വിഗ്രഹങ്ങളിലേക്ക് വരാനുണ്ടായൊരു കാരണം എന്താ? അത് പ്രധാനമായിട്ടും ചേർപ്പിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ എല്ലാവരും ആനപ്പണി എന്ന് പറഞ്ഞ് ചേർപ്പിന് അങ്ങനെ ഒരു കീർത്തി, ആനപ്പണികളുടെ നാട് എന്നാണ് അറിഞ്ഞിരുന്നത്. പിന്നീട് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഓരോരുത്തർക്കും മനസ്സിൽ വരുന്ന ഭാവനകൾ, ആനയ്ക്ക് അപ്പുറത്തേക്ക് ഒന്ന് സഞ്ചരിച്ചാൽ എങ്ങനെ ഉണ്ടാവും എന്നുള്ള ഇതിൽ. ഇപ്പം അച്ഛൻ, ചേട്ടൻ ഇവരൊക്കെ ഈ ആനപ്പണിയിൽ നിന്നും വ്യത്യസ്തമായിട്ട് ശില്പങ്ങളിലേക്ക് കടന്നു. ആ ശില്പനിർമ്മിതിക്ക് ആളുകൾ വരാൻ തുടങ്ങി. അപ്പോൾ അപൂർവങ്ങളായിട്ടുള്ള ചില ആളുകൾ മാത്രമേ ശില്പ വേലകൾ ചെയ്യുന്നുള്ളൂ. ഭൂരിഭാഗം ആനപ്പണിയാണ്. അതെ. അപ്പോൾ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് അച്ഛനും ചേട്ടനൊക്കെ ചെയ്യുന്നത് കണ്ടപ്പോൾ അതിന് പിൻപറ്റി ഞങ്ങളും ആ മേഖലയിലേക്ക് കടന്നു. പിന്നെ ഇപ്പം നമ്മളുടെ ആഗ്രഹങ്ങൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഒരു കൃഷ്ണവിഗ്രഹം അല്ലെങ്കിൽ ഗണപതി, അതിൽ മാത്രം ഒതുങ്ങാണ്ട് മനസ്സിൽ വരുന്ന ഐഡിയകൾ, അത് പാർട്ടിയുടെ താല്പര്യപ്രകാരം വ്യത്യസ്തങ്ങളായിട്ടുള്ള രൂപങ്ങൾ കൊത്താൻ തുടങ്ങി. ഞാൻ പണ്ട് വേറൊരാളെ ഇന്റർവ്യൂ ചെയ്തപ്പോൾ പറഞ്ഞിരുന്നു, ഈ മനസ്സിൽ കാണുന്നത് മരത്തിൽ പണിയുന്നു അല്ലേ? തീർച്ചയായിട്ടും അതാണ്, മനസ്സിൽ കാണുന്നത് നിങ്ങൾ മരത്തിൽ പണിയും. ഒരാൾക്ക് എന്താണോ തോന്നുന്നത് അത് ഇതിന്റെ. പക്ഷെ ഇത് മരത്തിൽ കൊത്തുന്നതിന് മുമ്പ് ആദ്യം നിങ്ങളുടെ മനസ്സിൽ രൂപം വരണം. ഈ രൂപം അതുപോലെ മരത്തിൽ വരണം. അതാണ് ഇതിന്റെ ഒരു ഇത് എന്ന് പറയുന്നത്. വൈദഗ്ധ്യം എന്നൊക്കെ പറയുന്നത് അതാ കൈയിന്റെ ഒരു കരവിരുതാണ്. അതിൽ വരുന്നത് വലിയ. അപ്പൊ ഞാൻ ഈ ഗണപതിയെ തന്നെ ഇങ്ങനെ നോക്കിയിരിക്കുകയാണ്. കാരണം എന്താ വെച്ചാൽ ഇതൊരു വല്ലാത്ത തുമ്പിക്കൈയിലൊരു മണിയുണ്ട്, എല്ലാ അതിന്റെ ഡീറ്റെയിലിംഗ് അപാര ഡീറ്റെയിലിംഗ് ആണ് ഇതിൽ പോയിട്ടുള്ളത്. ഈ ഓണത്തിന് ഇപ്പൊ വർഷങ്ങളായിട്ട് ഒരു 10 പതിറ്റാണ്ടിൽ കൂടുതലായിട്ട് കുമ്മാട്ടിക്ക് മുഖം അല്ലേ, വളരെ രസമുള്ള കുമ്മാട്ടിയുടെ മുഖം കാണാൻ. അതായത് അത് മുഖം കുത്തുന്നത് രാമേന്ദ്രേട്ടനും കൂടിയാണ് അല്ലേ? വേറെ ആളുകൾ ഉണ്ടാവും. ഇപ്പൊ ചേർപ്പിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ചുരുക്കം ചില ആളുകൾ മാത്രമേ ഈ കുമ്മാട്ടി മുഖങ്ങൾ വർക്ക് ചെയ്യണവരുള്ളൂ. എല്ലാവരും ചേർപ്പിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഇല്ല. അപ്പോൾ ആ ചുരുക്കം ചില ആളുകളിൽ ആണ് ഞാൻ. അപ്പോൾ സത്യം പറഞ്ഞാൽ ഇതിന്റെ മുന്നത്തെ ഒരു കാലഘട്ടത്തിലൊക്കെ ഒരു കുമ്മാട്ടി മുഖം കൊത്താൻ വേണ്ടിയിട്ട് ഒരുപാട് ആഗ്രഹിച്ചിട്ടുണ്ട്. പക്ഷെ അന്നൊന്നും നമുക്കതിന് സാധിച്ചിട്ടില്ല. അന്നും നമ്മുടെ തറവാട്ടിൽ ആ വർക്ക് ചെയ്യുന്നവരുണ്ടായിരുന്നു. അപ്പൊ അതൊക്കെ കണ്ട് മോഹിച്ച് ആഗ്രഹിച്ച് നമ്മളുടെ ആഗ്രഹം സഫലമായത് പിന്നീട് കുറച്ച് വർഷങ്ങൾക്ക് ഇപ്പറാണ്. അങ്ങനെ ആദ്യമായിട്ട് ഒരു മുഖം വർക്ക് ചെയ്തു. അത് പണ്ട് പറഞ്ഞ പോലെ ഒരു പുഷ്പം ചോദിക്കുമ്പോൾ ഒരു പൂക്കാലം മുഴുവൻ തരികയെന്ന് പറയില്ലേ, എന്ന പോലെ തന്നെ ഒരു മുഖം കൊത്തണമെന്ന് ആഗ്രഹിച്ചു. പിന്നീട് അവിടെ നിന്ന് അങ്ങോട്ട് തിരിഞ്ഞു നോക്കേണ്ടി വന്നിട്ടില്ല. എത്ര ടീമിന്? ഇപ്പോൾ നമ്മള് ചേർപ്പ് ഊരകത്ത് 7 ടീമിന് വേണ്ടി ഞാൻ വർക്ക് ചെയ്യുന്നുണ്ട്. തൃശ്ശൂർ, കിഴക്കമ്പാട്ടുകര, നെല്ലങ്കര, നെട്ടിശ്ശേരി, ചേലക്കോട്ട, ഋഷികുളമറ്റം. അപ്പൊ ഇത് ചെയ്യാത്ത സ്ഥലങ്ങളില്ല. ഇവർക്കൊക്കെ മുഖം കുത്തുണ്ട്. സത്യത്തിൽ ഈ മുഖം ഇപ്പൊ നമുക്ക് കുറച്ച് മുഖങ്ങൾ ഞാൻ ഇതിൽ കാണിക്കാം. പക്ഷെ അതൊന്നും ഈ വർഷത്തെ അല്ല. ഈ വർഷത്തെ മുഖം ശരിക്കും ഇത് സസ്പെൻസ് ആണ് അല്ലേ? തീർച്ചയായിട്ടും. ശരിക്കും നമ്മൾ ഈ കുടമാറ്റത്തിന് കൂടെ സസ്പെൻസ് ആയി വെക്കുന്ന പോലെ ഇത് പുറത്തു വിടാൻ പറ്റില്ല. അന്നത്തെ ദിവസം കാണാൻ പറ്റില്ല അല്ലേ? കുടമാറ്റത്തിന് നമ്മള് ജനങ്ങൾക്ക് വേണ്ടി
കാലേ കൂട്ടി പ്രദർശിപ്പിക്കുന്ന കുടകളുണ്ട്. പക്ഷെ നമ്മള് മറച്ചു വെക്കുക എന്ന് പറയില്ലേ, സസ്പെൻസ് ആയിട്ട്, അങ്ങനെ ചില കുടകളുണ്ട്. അത് ആ തത്സമയത്ത് മാത്രം വിരിയുന്ന കുടകളാണ്. എന്ന പോലെ തന്നെ കുമ്മാട്ടി മുഖങ്ങള് അതിന്റെ ഒരു കൺസെപ്റ്റ് ഇപ്പൊ മാറി. മുന്നൊക്കെ നമ്മൾ ഒരു കൃഷ്ണൻ അല്ലെങ്കിൽ ഒരു ഗണപതി അല്ലെങ്കിൽ ഒരു ശിവരൂപം മാത്രം മുഖം കൊത്തിയിട്ട് ഇറക്കുന്ന ഒരു ശൈലിയായിരുന്നു. അതിൽ നിന്നും നമ്മൾ പിന്നെ ഇപ്പോൾ ഒരു മുഖത്തിൽ കൺസെപ്റ്റ് 2-3 മുഖങ്ങൾ കൂട്ടിച്ചേർത്തുകൊണ്ട് അതിനൊരു കൺസെപ്റ്റ്, അങ്ങനെ ഒരു ആശയം വെളിവാക്കുന്ന ഒരു മുഖങ്ങളായി തീർന്നു. അത് എന്താണ് അതിൻ്റെ ഒരു രൂപാന്തര മാറ്റം എന്നുള്ളത്, അത് കാലങ്ങൾക്ക് അതീതമായിട്ട് വന്നിട്ടുള്ള ഒരു മാറ്റമാണത്. ഒരു മുഖത്തിൽ 2-3 മുഖങ്ങൾ. ഇപ്പൊ കഴിഞ്ഞ തവണ തന്നെ രാമേന്ദ്രേട്ടന്റെ രാവണൻ, 10 തലയുള്ള രാവണൻ, അത് രാവണനെ അതിൽ ഒരു 10 തല ശരിക്കും ആ മുഖത്തിൽ ഒതുക്കി വെച്ചിട്ടുള്ള ഒരു വർക്കാണ്. അത്ര വ്യത്യസ്തമായ, അത് ശരിക്കും ക്രിയേറ്റീവ് സാധനങ്ങളെ ഇങ്ങനെ വേണമെന്ന് അവര് പറയുന്നതാണോ നമ്മൾ ആശയം കൊടുക്കുന്നതാണോ? അത് അവരുടെ ആഗ്രഹം നമ്മൾ പറയും. ഇപ്രാവശ്യം നമുക്കൊരു രാവണനെ കൊത്തണം എന്ന് പറയുമ്പോൾ നമുക്ക് രാവണന്റെ ആ 10 മുഖങ്ങളിൽ നമ്മൾ വിടർത്തി ഇങ്ങനെ വർക്ക് ചെയ്ത് സാധാരണ ഇങ്ങനെ രാവണനെ കണ്ടിട്ടില്ല. പക്ഷെ അങ്ങനെ ഒരിക്കലും സാധിക്കില്ല. കാരണം ഒരു ആഘോഷത്തിൽ ഇത്രയും മുഖങ്ങളും നിരന്ന് നിന്നാൽ മറ്റുള്ളവർക്ക് അത് ബുദ്ധിമുട്ടാണ്. അപ്പൊ എങ്ങനെ ഈ 10 തല നമ്മൾ അതിൽ അടക്കം ചെയ്യാം ഭംഗിയായിട്ട് നമ്മൾ ഒരു സ്കെച്ച് വരച്ച് പാർട്ടികളെ കാണിക്കും. അങ്ങനെ അവരെ തൃപ്തിപ്പെട്ട് കഴിഞ്ഞാൽ ഓക്കെ ആയിട്ട് പിന്നെ നമ്മൾ വർക്കിലേക്ക് കിടക്കണം. അങ്ങനെ അപ്പൊ കഴിഞ്ഞ വർഷം ഉപയോഗിച്ചത് അവർ ഇത്തവണ ഉപയോഗിക്കില്ലേ? ഉണ്ടാവും അല്ലേ? അതിന്റെ കളർ മാറ്റും. അപ്പൊ ഈ അതായത് ഇവിടെ നമ്മൾ മരത്തിൽ ചെയ്ത് അത് ഫിനിഷ് ചെയ്ത് കൊടുക്കും. പിന്നെ അതിന്റെ അടുത്ത പ്രോസസ് അതിന്റെ പെയിന്റിങ്, അത് വേറെ അവർ ചെയ്യും. അത് ആർട്ടിസ്റ്റ്, നമുക്ക് സ്ഥിരം മുഖങ്ങൾ പെയിന്റ് ചെയ്യുന്ന ഉഗ്ര ആർട്ടിസ്റ്റുകളുണ്ട്. ഈ ശില്പങ്ങളെ പണ്ട് കാലത്തൊക്കെ നമ്മൾ അമ്പലങ്ങളിൽ ഭഗവതി വിഗ്രഹങ്ങളൊക്കെ നമ്മൾ ദാരു ശില്പങ്ങളാണ് പ്രതിഷ്ഠയ്ക്ക് തന്നെ അല്ലേ ഉപയോഗിക്കുന്നത് കണ്ടല്ലേ. ഇപ്പൊ ഓട് വിഗ്രഹങ്ങളും കൽവിഗ്രഹങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ദാരു ഉണ്ടായിരുന്നല്ലോ. അത്തരം വിഗ്രഹങ്ങൾ ചെയ്യാനുള്ള ഒരു ഭാഗ്യം ഉണ്ടായിട്ടുണ്ടോ? ആ ഭാഗ്യം സത്യം പറഞ്ഞ കണ്ണൂർ ഭാഗത്തുനിന്ന് ഇങ്ങനെ ഒരു വിഗ്രഹത്തിന്റെ വർക്ക്, ദേവി വിഗ്രഹത്തിന് വേണ്ടിയിട്ട് പ്ലാവൊക്കെ നമുക്ക് എടുക്കണം, വർക്ക് ചെയ്യണം എന്നൊക്കെ പറഞ്ഞു. പക്ഷെ നമുക്ക് സാധിക്കാണ്ട് വന്നത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഈ വിഗ്രഹം വർക്ക് കഴിയുന്നത് വരെ അവിടെ നിന്ന് പോരാൻ പറ്റില്ല, വേറിട്ട് നിൽക്കാൻ പാടില്ല. അത് വെളുപ്പിന് നമ്മൾ അവർ തരുന്ന വസ്ത്രം ഉണ്ടല്ലോ, ആ വസ്ത്രം എടുത്ത് മുങ്ങി കുളിച്ച് വന്ന് അവര് തയ്യാറാക്കി തരുന്ന ഒരു പെരുന്തച്ചൻ സ്റ്റൈൽ അങ്ങനെ വേണമെന്ന് അവർ പറഞ്ഞത് കൊണ്ട് നമുക്ക് തീർച്ചയായിട്ടും വേറിട്ട് നിന്ന് അങ്ങനെ വർക്ക് ചെയ്യാൻ പറ്റുന്ന സാഹചര്യം. മാത്രമല്ല നമുക്ക് വേറെയും വർക്കുകൾ ഓൾറെഡി ഉള്ളതുകൊണ്ട് തീർത്ത് കൊടുക്കണ്ടേ, അപ്പൊ സാധിക്കില്ല. പിന്നെ അവരുടെ ആ സമയവും നമ്മുടെ സമയവും ഒത്തുപോയില്ല, അതുകൊണ്ട് നമുക്കത് ഏറ്റെടുക്കാൻ കഴിഞ്ഞില്ല. രാമേന്ദ്രൻ ചെയ്ത വർക്കുകളിൽ ഏറ്റവും ഒരു വലിയ വർക്ക് അല്ലെങ്കിൽ ഒരു വളരെ അപ്രിസിയേഷൻ കിട്ടിയ ഒരു വർക്ക് ഏതായിരുന്നു? ഒരു പ്രവാസി എന്നോട് ഇതേപോലെ ഒരു ഫോട്ടോ കാണിച്ചിട്ട് 25 തലകളും 50 കൈകളായിട്ടുള്ള ഒരു ഗണപതി വിഗ്രഹം കാണിച്ചു തരുന്നുണ്ട്. 25 തലകളും 50 കൈകളും. ഈ ഫോട്ടോ കണ്ടിട്ട് സത്യത്തിൽ കാണിക്കാൻ വേണ്ടി വിളിക്കാനാണ് വിചാരിച്ചത്. പക്ഷെ അദ്ദേഹം ഇത് കണ്ടതിന് ശേഷം ഇത് രാമേന്ദ്രൻ കൊത്തി തന്നാൽ സന്തോഷം സാധിക്കുമെന്ന് ചോദിച്ചപ്പോൾ സത്യത്തിൽ ഒരു എന്താ പറയാ, ഒരു ബുദ്ധിമുട്ട് തോന്നി. പക്ഷെ എന്നിരുന്നാലും ദൈവനിയോഗത്താൽ അത് ചെയ്തു കൊടുത്തു. അതിന് ഒട്ടനവധി പുരസ്കാരങ്ങൾ കിട്ടിയിട്ടുണ്ട്. ആ ഗണപതിക്ക് പേര് വിസ്മയ ഗണപതി ശില്പം. അത് എവിടെയുള്ളത് ഇപ്പോൾ? അത് ഒരു പ്രവാസിയുടെ വീട്ടിലുണ്ട്. അപ്പൊ ഇതൊക്കെ ശരിക്കും ഇത്തരം വിഗ്രഹങ്ങൾ ഉണ്ടാക്കാൻ എത്ര സമയം എടുക്കും? അത് വലുപ്പത്തിനനുസരിച്ച് ഓരോ ഇതിനനുസരിച്ചാണോ? ഇപ്പൊ നമ്മൾ കൊത്തുന്ന ഈ ഗണപതി വിഗ്രഹം തീരാൻ 1.5 മാസത്തെ വർക്കുണ്ട്. 1.5 മാസത്തെ വർക്കുണ്ട്. ഇതിപ്പോ കുമിഴിൽ ഇങ്ങനെ ചെയ്ത ഇതിന്റെ ഫൈനൽ പോളിഷിംഗ് എങ്ങനെ പോളിഷ് ചെയ്തിട്ടാണോ കൊടുക്കുക, അതോ പോളിഷ് ചെയ്തിട്ട് അത് എന്തിനാ ചെയ്യാ? അത് നമ്മൾ ഇതുണ്ടല്ലോ ലേക്കർ പോളിഷ് ഉണ്ടല്ലോ, കളർ മാറും. അതായത് സ്വല്പം യെല്ലോ ഷെയ്ഡ് വരും. അപ്പൊ നമ്മൾ ഈ കാണുന്ന ആനയുണ്ട്, പുറകിൽ ആന കാണുന്നത്, ഇതൊക്കെ ഒരു വീട്ടി കളർ അല്ലേ? വീട്ടി കളർ. ഇത് കുമിഴന്റെ അല്ല മരം, സെയിം ഇതേ മരം തന്നെയാണ് ഇതും. പക്ഷെ ഇതിനാ വീട്ടി കളർ പോളിഷ്, അതായത് പാർട്ടി പറയും ആനയുടെ കളർ വേണം കേട്ടോ എന്ന് പറയുമ്പോൾ നമ്മള് കുമിഴാണെങ്കിലും റോസ് വുഡിന്റെ പോളിഷ് ചെയ്തിട്ട് കൊടുക്കും. അപ്പൊ ഇത്തവണ ഒരുപാട് കുമ്മാട്ടി ഉണ്ട്. ഇപ്രാവശ്യം 7-8 കുമ്മാട്ടി മുഖങ്ങൾ ചെയ്തിട്ടുണ്ട്. നമ്മള് ചെയ്ത് കഴിഞ്ഞു. ഇനിയുണ്ട്. ഓണത്തിന് ഇനിയും സമയം കിടക്കുന്നുണ്ട്. ഈ വിഗ്രഹങ്ങളല്ലാതെ ക്രാഫ്റ്റ് എന്ന് പറയുന്നത് പിന്നെ ഒരു ആനയാണ്. ആന മാത്രമല്ല ഡോറ് കാർവിംഗ്. അതാണ് ഇപ്പൊ ഒരു ഞാൻ ഫേസ്ബുക്കിൽ ഇപ്പൊ കണ്ട പരശുരാമൻ അല്ലേ? അത് എവിടേക്ക് ചെയ്തായിരുന്നു? അത് കാലടി ഒരു ക്ഷേത്രം, പുതിയൊരു ക്ഷേത്രം നിർമ്മിക്കേണ്ടവര്. അപ്പൊ അതിന്റെ പ്രധാന ഡോറായിട്ട് ഒരു 8-4 സൈസ് 8 അടി ദൂരം തേക്കിലല്ലേ? തേക്കില്. ഈ തേക്കില് കൊത്തുമ്പോ, തേക്കിൽ ഇപ്പൊ ഈ കണ്ട പ്ലാവിലൊക്കെ കൊത്തുമ്പോ അത് ഭയങ്കര ഹാർഡല്ലേ, ടെമ്പർ മരല്ലേ? അപ്പൊ നമ്മൾക്ക് കുറച്ചും കൂടി അതിന്റെ ഒരു സമയം എടുക്കും. മാത്രമല്ല അധ്വാനം കൂടുതൽ. ആ ഫിനിഷിങ് ഒരു പെർഫെക്ഷൻ അല്ലേ ഭയങ്കരമായിട്ട് കിട്ടണമെങ്കിൽ. പെർഫെക്ഷൻ ആ മരത്തിലും കിട്ടും. പക്ഷെ നമ്മൾ കൈകൊണ്ട് കുറെ ഡീറ്റെയിൽ, ഈ കുമിഴാണെങ്കിൽ നമുക്ക് കൈകൊണ്ട് മാത്രം ചെയ്ത് തീർക്കാവുന്ന കുറെ ഡീറ്റെയിൽ ഉണ്ട്. പക്ഷെ തേക്കിൽ അത് വരില്ല. ടൂൾ കൊട്ടോടി തന്നെ വേണം. ഈ കൊട്ടോടി എടുത്തിട്ടുള്ള ആ ടച്ചിങ്ങിൽ മാത്രമേ ആ മരം അവിടെ നിന്ന് പോവുള്ളൂ. ആ കുമിഴാണെങ്കിൽ നമുക്ക് ഉള്ളുകൊണ്ട് മാത്രം നമ്മുടെ കൈ കൊണ്ടൊന്ന്
ടച്ച് ചെയ്താൽ പോവും. അങ്ങനെ മരത്തിന് വ്യത്യാസങ്ങളുണ്ട്. അല്ല ഇതില് ഇപ്പൊ ഈ ഉപയോഗിക്കുന്ന ഇപ്പൊ നമ്മള് ഒരുപാട് ടൂൾസ് ചെയ്യാൻ കണ്ടു, ഉളികൾ പല തരത്തിലുള്ള അല്ലേ, ഒരു 10-25 ടൂൾ ഉണ്ട്. ഈ കൈ കൊണ്ടല്ലാതെ ഇതിൽ മെഷീൻ തൊടുന്നാറ് ഇല്ല. അതാണ് ഇതിന്റെ ഒരു, അതായത് നമ്മൾ ഈ വർക്കിന്റെ ഔട്ടർ കട്ട് ചെയ്യുന്നത് പോലും കൈ കൊണ്ടാണ്. ചുറ്റി ഉപയോഗിച്ചിട്ട് ഇതിൽ മെഷീൻ തൊടുന്നില്ല, ഇല്ല. പ്യൂർലി ഹാൻഡിക്രാഫ്റ്റ് ആണ്. അതല്ല, തീർച്ചയായിട്ടും കൈകളെ കൊണ്ട് മാത്രം, മെഷീന്റെ സഹായം ഇല്ലാണ്ട്. ഇവിടുന്നല്ലേ മോഹൻലാൽ മറ്റേത് കൊണ്ടുപോയത്? അതെ, അത് പാപ്പൻ ഇളയച്ചൻ വർക്ക് ചെയ്തിട്ടുള്ള ഒരു 14 അടി ഉയരമുള്ള ഒരു നടരാജ വിഗ്രഹം. അത് പക്ഷെ ആ മരം വേറെ ആയിരുന്നു, ഒരു മദിരാശി എന്നിട്ടുള്ള മരം. അത് സാക്ഷാൽ ലാലേട്ടൻ തന്നെ കൊണ്ടുവന്നിട്ടുള്ളതാണ്. അത് ശരി, ഈ മരത്തിൽ കൊത്തണം എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം കൊണ്ടുവന്നിട്ടുള്ള മരം, അതിലാണ് ചെയ്ത് കൊടുത്തത്. അതെ. അപ്പൊ അത് മദിരാശിയുടെ നല്ല കാതലായിട്ടുള്ള വീട്ടിക്ക് സമാനമായിട്ടുള്ള ഒരു മരം, അത്രയും മൂത്തിട്ടുള്ള മരമായിരുന്നു. ഈ ഗണപതി തന്നെ ഇതൊരു ഒറ്റ തടിയാ? ഇത് ഒറ്റ തടി. ഇനി ഇതിലെ പ്രഭാമണ്ഡലം മാത്രമേ സെപ്പറേറ്റ് വരുള്ളൂ. അതെ, ബാക്കി ഒറ്റ തടിയിൽ തന്നെയാണ് ഇതിങ്ങനെ ചെയ്തിട്ടുള്ളത്, കുത്തിയെടുത്തിട്ടുള്ളത്. പെരുവനം ഗ്രാമം എന്ന് പറയുന്നത് അങ്ങനെയാണല്ലോ, പല രീതിയിൽ ക്ഷേത്രകലകളുണ്ട്, ക്ഷേത്രമുണ്ട്, പിന്നെ ഇത്തരം ശില്പ വൈദഗ്ധ്യമുണ്ട്. തൃശ്ശൂരിന്റെ ഒരു പൈതൃകമായ സാംസ്കാരിക ഭൂമിയുടെ ഒരു പൈതൃകം കാത്തു സൂക്ഷിക്കുന്ന എന്നുള്ള വലിയൊരു കാര്യമാണ്. അപ്പോൾ നമ്മൾ രാമേന്ദ്രേട്ടൻ്റെ വിശേഷങ്ങളാണ് കണ്ടത്. അപ്പോൾ ഇത്തരം വിഗ്രഹങ്ങൾ, കൊത്തുപണികൾ, ആന, നിങ്ങളുടെ മനസ്സിൽ എന്താണോ ഉള്ളത് അത് പറഞ്ഞ് അദ്ദേഹം അത് കുത്തിത്തരും. അപ്പോൾ ആവശ്യമുള്ളവർ അദ്ദേഹത്തെ വിളിക്കുക. അദ്ദേഹത്തിൻ്റെ നമ്പർ ഞാൻ ഈ വീഡിയോയിൽ കൊടുക്കാം. അപ്പോൾ ആവശ്യമുള്ളവർ അദ്ദേഹത്തെ കോൺടാക്ട് ചെയ്യും.